മലയാളം ഈ വാർത്താ ദിനത്തിൽ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. മാർക്കറ്റിംഗ് കമ്പനികൾ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കൊടിയ ചൂഷണത്തിനും ക്രൂരമായ പീഡനങ്ങൾക്കും യുവതിയുവാക്കളെ ഇരയാക്കുന്നതിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. തുച്ഛമായ ശമ്പളം നൽകിയാണ് 12 മണിക്കൂർ വരെ അടിമപ്പണി. GPL, HPL എന്നീ 2 സ്ഥാപനങ്ങളിലാണ് വൻ ചൂഷണം. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. ഓക്കെ ചെയ്ത സ്റ്റാർട്ടിംഗ്. ഓക്കെ ചെയ്ത സ്റ്റാർട്ടിംഗ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഷീന മാർട്ടിനിലേക്കാണ്. ഷീന, ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്, ദൃശ്യങ്ങളാണ് ഷീന ഈ വാർത്താ ദിനത്തിൽ പങ്കുവെക്കുന്നത്. ആരാണ് ഇതിന് പിന്നിൽ എന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി ഉണ്ടാക്കാത്തത് എന്ന രണ്ടാമത്തെ ചോദ്യം. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനം കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായി നടത്തിവരുന്ന ഒരു വലിയ ക്രൂരത അല്ലെങ്കിൽ വലിയൊരു സ്പാമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് എന്നൊരു ആഗ്രഹത്തോടെ വരുന്ന പത്രങ്ങളിലെ പരസ്യം കണ്ട് +2 കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക് അവസരങ്ങൾ എന്ന് കണ്ട് അത് കണ്ട് ധൈര്യമായി ചെന്ന് ആ ബിസിനസ് ആവശ്യത്തിനായി അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഉയർന്ന ഒരു നേട്ടം കൊയ്യണമെന്ന ആഗ്രഹത്തോടെ വരുന്ന യുവതി യുവാക്കൾ വിളിക്കുന്നത് ഈ ജോയ് ജോസഫ്, അതായത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്ററായ ജോയ് ജോസഫിന്റെ ഏജന്റുമാരെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അയാൾക്കുള്ളത് 800 ഏജന്റുമാരാണ്. ഈ ഏജന്റുമാരെയാണ് ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. ഈ ഏജന്റുമാരാണ് ഇവർക്ക് ഓരോ സോണിൽ തിരിച്ചു കൊടുക്കുന്നത്. ഈ ഓരോ സോണിലൂടെ ഇന്റർവ്യൂ കഴിഞ്ഞ അന്ന് തന്നെ ഇവർക്ക് ജോലി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജോലി ലഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവരുടെ എല്ലാ രേഖകളും ഇവർ പിടിച്ചു വാങ്ങി വെക്കുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ കഥ നടക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോ ടാർഗറ്റ് കൊടുക്കുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ജ്യൂസ് അടിക്കണം. അതായത് ആദ്യമായി വരുന്ന ട്രെയിനിൽ അടിക്കേണ്ട ജ്യൂസ് 2000 ആണ്. ഒരാഴ്ച കഴിയുമ്പോൾ അത് 3000 ആകും, പിന്നീട് അത് 5000 ആകും. ഈ ജ്യൂസ് അടിക്കുന്നതിനനുസരിച്ചാണ് ഇവർക്ക് ലഭിക്കുന്ന കമ്മീഷൻ തുകയും ലഭിക്കുക. ഈ കമ്മീഷൻ തുക ഇവർക്ക് ലഭിക്കുമെന്നുള്ളത് പറച്ചിൽ മാത്രമാണ്. അതായത് 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ കമ്മീഷൻ എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത് ആകെ 4 രൂപ മാത്രമാണ്. അത്രയും വലിയ ക്രൂരത നടക്കുകയാണ്. ഇനി ഈ പ്രൊഡക്റ്റ് വിൽക്കാതെയാണ് വരുന്നത് എങ്കിലാണ് ആ ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. പട്ടിയെ പോലെ നടത്തിക്കുക, കോയിൻ നിലത്തിട്ട് അവരെ അതുകൊണ്ട് എടുപ്പിക്കുക, ചീഞ്ഞ പഴത്തിന്മേൽ തുപ്പിയിട്ട് അത് നക്കിക്കുക, അങ്ങനെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ, ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരാളുടെയും ഡിഗ്നിറ്റിക്ക് ചേരാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ കണ്ടും സഹിച്ചും ഏകദേശം 2 വർഷത്തോളം കാലം അവിടെ നിന്ന് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ തന്നെയും പറഞ്ഞത് അവർക്ക് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൻ്റെ അസിസ്റ്റന്റ് മാനേജർ പദവി ലഭിക്കും. ആ പദവി ലഭിച്ചു കഴിഞ്ഞാൽ 38,000 രൂപയ്ക്ക് മേലെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് അവർക്ക് ഈ ജോയ് ജോസഫ് എന്നയാൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്.